മഴ മാറി പകൽച്ചൂടും രാത്രി തണുപ്പുമായതോടെ കൂട്ടായി പനിക്കാലവും. ജില്ലയിൽ ഓരോ ദിവസവും വൈറൽ പനി ബാധിതരുടെ എണ്ണം ഏറുകയാണ്. വരും ദിവസങ്ങളിൽ പകൽ താപനില ഉയരുമെന്നും രാത്രി തണുപ്പ് വർദ്ധിക്കുമെന്നുമുള്ള മുന്നറിയിപ്പ് പനി പടരാൻ കാരണമായേക്കും. വൈറൽ പനിക്കൊപ്പം പലയിടങ്ങളിലും ഡെങ്കിപ്പനിയും വയറിളക്കവും രോഗങ്ങളും വ്യാപിക്കുന്നുണ്ട്. ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെ കണക്ക് പ്രകാരം കഴിഞ്ഞ ആഴ്ച 2228 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. 200 മുതൽ 500 പേർ വരെ ചികിത്സ തേടിയ ദിവസങ്ങളുണ്ട്. ഓരോ ദിവസവും എണ്ണം വർദ്ധിക്കുന്നതാണ് ആശങ്കയ്ക്ക് കാരണം. ഇതിന്റെ 10 ഇരട്ടിയിലേറെ പേർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആയുർവേദ ഹോമിയോ ആശുപത്രികളിൽ പോകുന്നവരുടെയും സ്വയം ചികിത്സിക്കുന്നവരുടെയും എണ്ണം കൂട്ടിയാൽ കണക്ക് 10 മടങ്ങായി വർദ്ധിക്കും. കാലാവസ്ഥയിലെ പെട്ടെന്നുണ്ടായ മാറ്റമാണ് പനി വർദ്ധിക്കാൻ കാരണം. രാവിലെ വരെയുള്ള തണുപ്പിന് ശേഷം ശക്തമായ വെയിൽ തെളിയുന്നത് പലരെയും തളർത്തുന്നു. കാലാവസ്ഥാ മാറ്റം, ജലദോഷം, കഫക്കെട്ട് എന്നിവയും വർദ്ധിക്കുന്നതായി കാരണമാകുന്നുണ്ട്. കഫം രൂക്ഷമായി അണുബാധ മൂലം ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. രോഗം മൂർച്ഛിച്ച പലർക്കും ആശുപത്രിയിൽ കിടത്തി ചികിത്സയും ആവശ്യമായി വരുന്നുണ്ട്. ഇതിനൊപ്പമാണ് വയറിളക്ക രോഗങ്ങളും പടരുന്നതും. വെയിൽ ശക്തിയാകുന്നതോടെ കൂടുതൽ വെള്ളം കുടിക്കണമെന്നും കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പാക്കണമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ നിർദ്ദേശിക്കുന്നു. മുണ്ടുനീരും ജില്ലയിൽ പടർന്നു പിടിക്കുകയാണ്. അനിയന്ത്രിതമായി മുണ്ടുനീര് പടർന്നതിനാൽ ചില സ്വകാര്യ സ്കൂളുകളിൽ ചെറിയ ക്ലാസുകളിലെ കുട്ടികൾക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ അവധിയും നൽകിയിരുന്നു. പ്രതിരോധ കുത്തിവയ്പിൽ നിന്ന് മുണ്ടുനീരിനെ ഒഴിവാക്കിയതാണ് രോഗം പടരാൻ കാരണം. ഇതിനിടെ പകൽച്ചൂട് വർദ്ധിക്കുകയാണ്. ഇന്നലെ 34.5 ഡിഗ്രിയാണ് ജില്ലയിൽ അനുഭവപ്പെട്ട ചൂട്. 2 ദിവസമായി തണുപ്പിന് നേരിയ കുറവുണ്ടെങ്കിലും തിങ്കൾ മുതൽ തണുപ്പ് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില 22 ഡിഗ്രിയായിരുന്നു.